ഫൈസൽ മൗലവി ആ മാനദണ്ഡം പറയുന്നുണ്ട്. ആ മാനദണ്ഡം ഫൈസൽ മൗലവി പറഞ്ഞാൽ ആകത്തുക എന്താ വരിക? നിങ്ങള് വഹാബിയാളെ പഠിച്ചോ മരിച്ചിക്കണേ. ഇതൊന്നും മുസ്ലിമീങ്ങൾ അള്ളാനെ പറ്റിയല്ല കേട്ടോ. കാരണം ഫൈസൽ മൗലവി പറയുന്നത് ഹയ്യും ഖാദിറുമായ ആളെ വിളിക്കുമ്പോഴേ ഹയ്യും ഖാദിറും ഹാളിറുമായ ആളെ വിളിക്കുമ്പോഴേ എന്താവൂല? പ്രാർത്ഥനയാവൂല. മരിച്ച ആളെ വിളിക്കുമ്പോഴേ പ്രാർത്ഥനയാവുള്ളൂ എന്നാണ്. അപ്പൊ വഹാബിയക്ക് വഹാബി ദൈവത്തെ വിളിക്കുന്ന വിളി പ്രാർത്ഥനയാകണമെങ്കിൽ എന്ത് വേണം? ദൈവത്തെ അറിയണം. ഉറപ്പല്ലേ? ഏത് ചോദ്യവും ആരോട് ചോദിക്കുന്നു എന്നല്ല, ഏതു മാനദണ്ഡത്തിൽ ചോദിക്കുന്നു. അതാണ്. ആരോട് ചോദിക്കുന്നു എന്നതല്ല. ചോദിക്കപ്പെടുന്ന ആള് മരിച്ചുകണോ, ചോദിക്കപ്പെടുന്ന ആള് ഹയാത്തുണ്ടോ, ചോദിക്കപ്പെടുന്ന ആള് കാണുമോ കാണൂല, ഇതൊന്നും അല്ല. ഹാദറും ഖാദറും എന്ന ജിന്നിനെ പറ്റി മാത്രം പറഞ്ഞ സാധനമല്ല. മൂസക്കറിയാതെ കുറച്ചൊക്കെ. ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പുള്ളവർ, ഹാദർ എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഹാജറുള്ളവൻ, ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർ. അത് ജിന്നിന് മാത്രമുള്ള സിഫത്തല്ല. ലോകത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ ദുആയെ മറ്റു വിളികളിൽ നിന്ന് വേർതിരിക്കാൻ വെച്ച മാനദണ്ഡം. അതൊക്കെ വഹാബികളെ പോക്കറ്റുന്ന. അല്ല, ജിന്നിനോട് ചോദിക്കുമ്പോൾ മാത്രമല്ല ഹയ്യും ഹാദറും ഖാദിറുള്ളത്. അതാണ്. അള്ളാനോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ മാനദണ്ഡമാണ്. അപ്പൊ വഹാബിയക്ക് വഹാബി ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം പ്രാർത്ഥനയാകണമെങ്കിൽ എന്ത് വേണം? ദൈവത്തെ ആദ്യം കഫൻ ചെയ്ത് മറവെയ്യണം. മരിച്ചാലല്ലാതെ ദൈവത്തെ വിളിക്കുമ്പോൾ വഹാബിയക്ക് പ്രാർത്ഥനയാവൂല. അപ്പൊ വഹാബികൾ ഒരു മരിച്ചുപോയ ദൈവത്തിലാ വിശ്വസിക്കുന്നത്. ഹയ്യാണെങ്കിൽ പ്രാർത്ഥനയാവൂലേ? നമ്മൾ തമ്മിലെ ചോദ്യവും ദുആ ആകാത്ത എന്തുകൊണ്ടാ? ഹയ്യും ഹാദറും ഖാദിറും ആയതുകൊണ്ടാ. അതാണ്. അപ്പോ ഫൈസൽ മൗലവിയോട് ആ മുജാഹിദ് കുട്ടി ചെന്ന് ചോദിക്കുന്നുണ്ടല്ലോ, ആ ചോദ്യം എന്തുകൊണ്ടാണ് പ്രാർത്ഥനയാകാഞ്ഞത്? ഫൈസൽ മൗലവി ഹയാത്തിലുണ്ട്. ഇനി ഫൈസൽ മൗലവി അവിടെ നിന്ന് മരിച്ചാലോ, അതേ ഫൈസൽ മൗലവിയോട് അവിടെ നിന്ന് അതേ വികാരത്തിൽ ആ കുട്ടി വല്ലതും ചോദിച്ചു. ആള് മരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ല, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചതാണ്. പക്ഷെ ആ മരണം ഫൈസൽ മൗലവി മരിച്ചതോടുകൂടി ആ കുട്ടിന്റെ പിന്നുള്ള ചോദ്യമൊക്കെ എന്തായി? പ്രാർത്ഥനയായി. അപ്പൊ ഇനി മുജാഹിദ് മൗലവിക്ക് അള്ളഹാനോട് പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹ് മരിക്കണം. നമ്മൾ അള്ളഹാനെ പറ്റി അല്ലട്ടോ, വഹാബിയാളെ പ്രാർത്ഥനന്റെ ഓരോ പോയത്തങ്ങളാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇതും ദുആ തന്നെയാണ്. ഇതും ദുആണ്. അപ്പൊ ഹയ്യല്ലാത്തവരോട് ചോദിച്ചാൽ ദുആ ആയി. അതാണ്. അപ്പൊ ഹയ്യല്ലാത്തവരോട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജീവല്ലാത്തവരോട് ചോദിച്ചാലേ പ്രാർത്ഥനയാകുള്ളൂ. അപ്പൊ വഹാബിയാക്ക് ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ ആ ദൈവം മരിക്കണ്ടേ? മുജാഹിദ്, എവിടുന്നാ നിങ്ങൾക്ക് ഈ വിവരക്കേടുകൾ കിട്ടിയത്? ഏത് തൗഹീദാ നിങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിക്കുന്നത്? ജിന്നിനെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഓരോ കലാപരിപാടികളാണ്.